ഒന്നും എളുപ്പമല്ല, കുഞ്ഞിനെ കിട്ടുന്നൊന്നും അത്ര എളുപ്പമൊന്നും അല്ല. രസമല്ലേ? നമ്മൾ ഈ കുഞ്ഞി കളിക്കാതെ വെക്കാം. എല്ലാം ഞാൻ തന്നെ തേച്ചു കേട്ടോ. കുറെ നേരം നിന്നിട്ടാണേലും മടുത്തു പോയി. തുണിയെല്ലാം തേച്ച് എന്റെ മടക്കെങ്ങനെയുണ്ട്? നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊന്നും മടക്കാൻ അറിയത്തില്ല കേട്ടോ. പാണ്ടക്കെട്ടുമായിട്ട് പാണ്ടക്കെട്ടുമായിട്ട് എങ്ങോട്ടാന്ന്? ഒന്ന് വെയിലത്ത് വെച്ചൊക്കെ ഒന്ന് അവിടെ ഇട്ട് കാണാവുന്നോർത്ത് ഓർത്തിരുന്നോണം. മഴക്കാറ് കയറുന്നുണ്ട് കേട്ടോ. ഞാൻ പുറവശത്ത് കുറെ വെയിലത്ത് വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ ഓടും ഞാൻ. ഫൈനലി നമ്മുടെ ഡേയ്സ് അടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കെല്ലാം തേച്ച് മടക്കി ബാഗിൽ കയറ്റണം. അപ്പൊ അതേ കുഞ്ഞുവാവയുടെ തുണികൾ ഫസ്റ്റ് നമുക്ക് കുഞ്ഞുവാവയ്ക്കുള്ളത് റെഡിയാക്കാം. അപ്പം ബാക്കി എൻ്റെ പിന്നെ റെഡിയാക്കാം അല്ലേ? ഓക്കെ, ഇതാണ് കുഞ്ഞുവാവയുടെ തുണികളൊക്കെ നമ്മൾ സൈഡ് അടിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ അയൺ ചെയ്യണം അല്ലേ? ഇത്രയൊന്നും ആവശ്യം വരില്ലായിരിക്കും. കുറെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാം. ഏറ്റവും ചെറുത് എടുത്തു വെക്കാം. മീൻസ് ഉപയോഗിക്കാൻ എടുക്കാം. മാറ്റി വെക്കാം. ബാക്കിയുള്ളത് പിന്നീടത്തേക്ക് മാറ്റി വെക്കാം അല്ലേ? എടുത്താൽ മതി. അപ്പോൾ അംഗം തുടങ്ങുകയായി. തരണ്ടേ? അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയാട്ടോ ഇതെല്ലാം അയൺ ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ സ്റ്റീം അയൺ ബോക്സ് ഒക്കെ ഉണ്ട്. അവിടെ വെച്ചേരേ മമ്മി, നമുക്ക് അയൺ ചെയ്യാനുള്ള ടേബിളും ഉണ്ട് കേട്ടോ ഇവിടെ. സൗകര്യം. മമ്മി പൊക്കോ, മമ്മിയുടെ പണി എന്തെങ്കിലും ഉണ്ടോ മമ്മി ചെയ്തോ. അതെ, മഴ വരുന്നുണ്ട്. പൊക്കോ. ഓക്കെ, ഇതെന്നാ മമ്മി തേക്കാനാന്ന് പറഞ്ഞപ്പോ മമ്മി മൊത്തത്തോടെ ഇങ്ങ് കൊണ്ടുവരുവാണോ? ഇതങ്ങ് ഇട്ടോ മമ്മി എല്ലാം കൂടെ ഇട്ടോ. നമുക്ക് എന്നാണല്ലേ എൻ്റെ ബാഗും എല്ലാം റെഡിയാക്കാനുള്ളതാ. അതും അയൺ ചെയ്തേക്കാം. കൊച്ചിനുള്ള എല്ലാം അയൺ ചെയ്ത് വെക്കോ ഇന്ന്. ഇത് വേണ്ടല്ലോ, അതും വെച്ചോ. നോടിക്കോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പ്രത്യേകിച്ച് തുണി തേച്ച് മടക്കുക, അതുപോലെ തന്നെ വീട് വൃത്തിയാക്കുക, അങ്ങനെയുള്ളതൊക്കെ. എവിടെയോ ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തിയിട്ട് അതിൽ പറയുണ്ടായി, നമ്മൾ പാത്രമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് റിലീഫ് കിട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ക്ലീനിങ് എന്ന് പറയുന്നത് അതും ഒരു കലയാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഉടായ്പ രീതിയിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് അങ്ങനെയും ചെയ്യാം. ചെറുപ്പം തൊട്ടേ ഞാൻ കുറച്ച് ചെയ്യുന്ന കാര്യത്തിലൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണെന്നല്ല, മാക്സിമം പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ തുണി മടക്കുകയാണേലും അതിൻ്റെ 4 മൂലയൊക്കെ ചേർന്ന് മടക്കി കഴിയുമ്പോൾ അത് പുറത്ത് കാണാതെയൊക്കെ ആ ഒരു രീതിയിൽ എല്ലാ തുണിയും ഒരേ വലുപ്പത്തിൽ ഒരേ പാറ്റേണിൽ അങ്ങനെയൊക്കെ മടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ട് വരുന്ന ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഉള്ളവരാണെങ്കിൽ അത് മടക്കിയിട്ട് അടുത്ത പണിക്ക് പോയിട്ടുണ്ടാവും. നമ്മളെപ്പോഴും അത് സ്റ്റിൽ ആ ഒരു കാര്യം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു പ്രശ്നമാണ് കേട്ടോ. അത് ശരിക്കും നെഗറ്റീവായിട്ട് വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡീസിലും കാര്യത്തിലൊക്കെയാണ്. നമ്മളിപ്പോൾ ഒരു പേജും വെച്ചുകൊണ്ട് ഒരു ദിവസമൊക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അത് ഭയങ്കര മണ്ടത്തിലാണ് കാണിക്കുന്നത് കേട്ടോ. മറ്റുള്ളവരാണെങ്കിൽ ഒന്ന് റഫായിട്ട് വായിച്ചു വിടും. അപ്പോൾ നമുക്ക് കൂടുതൽ മാർക്കൊക്കെ മാർക്ക് മേടിക്കാൻ അതാണ് ഹെൽപ്ഫുള്ള്. നമ്മൾ ഒരു പേജും വെച്ചുകൊണ്ട് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പഠിച്ച് തീരാനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം എൻ്റെ ഒരു സ്റ്റഡി ടൈമിലൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന ഒരു പാരഗ്രാഫ് ആണെങ്കിലും അത് വൃത്തിയായിട്ട് പഠിക്കാൻ, മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഒരു പോരായ്മ തന്നെയാണ് എൻ്റെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പേജ് അല്ലെങ്കിൽ ആ ഒരു ഇതും വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. ബാക്കിയുള്ളവരൊക്കെ അതൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ആ ഒരു പാഠം തന്നെ വായിച്ച് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു പെർഫെക്ഷനിസം നല്ലതാണ്, പക്ഷെ ചില സമയം അത് പ്രശ്നമാണ്. ആർട്ടിൻ്റെ കേസിൽ വരുവാണെങ്കിൽ മാക്സിമം പെർഫെക്ഷനിസ്റ്റ് ആവുക എന്നുള്ളത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ബ്രൈഡൽ വർക്കാണെങ്കിലും മാക്സിമം പെർഫെക്റ്റ് ആയിട്ടിരിക്കുക തന്നെ വേണം. കാരണം എന്താ പറയുക, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ വർക്ക് വേറിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ടൈം എടുത്ത് ക്ഷമയോടെ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം പെർഫെക്ഷൻ വേണ്ട ജോലികൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക തന്നെ വേണം. പിന്നെ എന്താ, നമ്മൾ അടുക്കളപ്പണി അതുപോലെ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ ഒരുപാട് പെർഫെക്ഷനിസം നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ അമ്മമാർ കുറേയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവർക്ക് ഒന്നിനും ടൈം തികയാതെ വരുന്നത്. അതൊരു നെഗറ്റീവ് ഡ്രോബാക്ക് ആണ്. ഇങ്ങനത്തെ ക്യാരക്ടർ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി ആണ് അത് വരുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എന്താണേലും ബേബിക്ക് വേണ്ടിയിട്ടുള്ള തുണികളൊക്കെ മടക്കുമ്പോൾ
ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് പെർഫെക്ഷനിസം ഒക്കെ നോക്കുന്നുണ്ട്. ഒരേപോലത്തെ ഒരേ വലിപ്പമുള്ളതൊക്കെ ഒന്നിച്ച് വയ്ക്കാൻ നോക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ സ്റ്റീം അയൺ ബോക്സ് അടിപൊളിയാണ് കേട്ടോ. മാക്സിമം ചുരുക്കുകളൊക്കെ നിവർന്ന് നല്ല അടിപൊളിയായിട്ട് വരും. എത്ര ചുളുങ്ങി കൂടിയ തുണിയാണേലും നിവർന്ന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പണി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വാട്ടർ തീരുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതൊരു മെനക്കേട് പിടിച്ച പണിയാണ് കേട്ടോ. അതല്ലാതെ എല്ലാം അടിപൊളിയാണ്, റിസൾട്ട് അടിപൊളിയാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു അയൺ ചെയ്യാൻ ഒരു ടേബിൾ മേടിച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. മമ്മി എനിക്ക് മോട്ടിവേഷൻ ആയിട്ട് ചായ കൊണ്ടുവരുന്നുണ്ട്. മമ്മി ഇതൊരു നടപടി ഇല്ലാത്ത പണി, അതുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട്. അതാ ചെറുതെല്ലാം മാറ്റി വെച്ചില്ലേ? ചെറുതല്ല, അത് എല്ലാ സൈസ് അനുസരിച്ച് അത് തേച്ചു അങ്ങനെ വെച്ചോട്ടോ, അതാ എളുപ്പം. ഇതിങ്ങനെ കാണുമ്പോ രസമാണ്, അത്ര എളുപ്പമല്ല. പുറത്തു വല്ലതും കൊടുക്കായിരുന്നു. ഒന്നും എളുപ്പമല്ല, കുഞ്ഞിനെ കിട്ടുന്നൊന്നും അത്ര എളുപ്പമൊന്നും അല്ല. ചുമ്മാ എളുപ്പത്തിൽ കിട്ടുമെങ്കിൽ എന്താ എളുപ്പം ഉണ്ടായിരുന്നു. കിട്ടിയത് ഇതുപോലെ കഷ്ടപ്പെട്ടാണ് മക്കളെ. ഇതുപോലെ കഷ്ടപ്പെട്ടോ? കുറച്ച് തേക്കാം, ബാക്കി നാളെ ഞാൻ തേക്കാം. എനിക്കൊരു പണിക്കിറങ്ങിയാൽ തീർക്കാതെ അടുത്ത പരിപാടി ഇല്ലെന്ന് നമുക്കറിയാം. എപ്പോ തേച്ച് തീർക്കാനാ? ഇതങ്ങ് തേച്ച് തീർക്കണമെന്ന്. തീരുവോ? തീരുമായിരിക്കും. ഇവിടെ ഇഞ്ചി ചായ കുടിക്കട്ടെ. കേട്ടോ, ഞാൻ എന്റെ ചായ കുടിച്ചില്ല. ആണോ? ഇവിടെ വരട്ടെ എന്നാ. മാമിയുടെ വെച്ചോ, ഞാൻ പോയി കുടിക്കട്ടെ. എനിക്ക് ചൂടാകാതെ കുടിക്കണം. ചായ കുടിച്ചിട്ടോ? എന്റെ അമ്മേ, പക്ഷെ രസമുള്ള പണിയാ, വേറെ പണിയൊന്നും ഇല്ലെങ്കിലേ. അയ്യോ ഞാൻ പോട്ടേട്ടോ, അത് ചായ തണുപ്പോ. എന്റെ അമ്മേ. അപ്പോൾ നമ്മൾ വാവയ്ക്കുള്ള തുണിയെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2 ടർക്കി, ഇത് വാവയുടെ ഏറ്റവും കുഞ്ഞുടുപ്പ്, കുഞ്ഞി ടവല്. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഉടുപ്പുകളാണ്, ഞാൻ തേച്ച് വെച്ചതേ ഉള്ളൂ. പിന്നെ 2 നാപ്പീസ് 2 എണ്ണം ഉള്ളൂ കേട്ടോ, ഇനി അതൊക്കെ വാങ്ങാനുള്ളതാണ്. പിന്നെ ഇതേ ടവലുകൾ എല്ലാം നമ്മളിതേ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ തന്നെ തേച്ചു കേട്ടോ, കുറേ നേരം നിന്നിട്ടാണേലും മടുത്തു പോയി. പിന്നെ 2 മുണ്ടും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. തുണി മൊത്തം നമ്മൾ ഒറ്റയ്ക്ക് തേച്ചിട്ടുണ്ട് കേട്ടോ, ഒരുവിധപ്പെട്ട എല്ലാം നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞ് 2 മുണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ ഒരു മുണ്ടും കൂടെ തേക്കാൻ എൻ്റെ മടുത്തു, ഇനി നാളെ തേക്കാന്ന് ഓർത്തിരിക്കട്ടെ. ഇത് എന്തിനാണ് ആക്ച്വലി ഹോസ്പിറ്റലുകാർ കൊണ്ടുവരാൻ പറയുന്നത്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. അപ്പോൾ ഇത്രയും നമ്മുടെ തേച്ച് അടുക്കി ഒതുക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല ടൈം എടുത്ത് തേച്ചതാണ്. ഇനി നമുക്ക് ഇതെല്ലാം അടുക്കണം കേട്ടോ. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുമ്പോൾ തോന്നും കുറേ തുണിയുള്ള പോലെയൊക്കെ തോന്നും, പക്ഷെ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് തീരെ കുഞ്ഞു തുണികളുണ്ട്. അന്ന് ഞാൻ 4 വർഷം അടിച്ചപ്പോൾ ചെറുതായിപ്പോയ കുറച്ച് തുണികളുണ്ട്. അത് ബേബി ഉണ്ടായി ആ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ ഓർത്ത് മാറ്റി വെച്ചേക്കുന്നതാണ്. വലുതൊക്കെ പിന്നത്തേക്ക് സൂക്ഷിച്ചു വെക്കാമെന്ന് ഓർത്തു. പിന്നെ 2 നാപ്പി ഉള്ളൂ കേട്ടോ, നാപ്പി 2 എണ്ണം ഉള്ളൂ ക്ലോത്തിൻ്റെ, അതൊക്കെ വാങ്ങാനുണ്ട്. കുഞ്ഞുടുപ്പുകൾ കുറേ ഇല്ല, കുറച്ചുണ്ട്. ബാക്കിയുള്ള ഉടുപ്പുകളൊക്കെ കുറച്ച് വലുതാണ്, അത് പിന്നീട് ബേബി വലുതാകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ 2 ടവല്. അപ്പൊ നമുക്ക് ബാഗിലേക്ക് അടുക്കുന്നത് കാണാം. തുണിയെല്ലാം തേച്ച് മടക്കം എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊന്നും മടക്കാൻ അറിയത്തില്ല കേട്ടോ, ഉള്ളത് എത്ര നേരം എടുത്തെന്നറിയാമോ? മേക്കൊന്നും മടക്കാൻ അറിയത്തുള്ളൂ. എനിക്ക് തുണി മടക്കണൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പണിയാട്ടോ, തുണി മടക്കുന്നത്. പക്ഷെ തുടങ്ങാൻ ഇച്ചിരി താമസമാണ്, തുടങ്ങി കിട്ടിയ അത് തേപ്പും മടക്കും നല്ല കണ്ടില്ല, ഒരേ ലെവലിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായോ മമ്മി? ഞാൻ നമുക്കുള്ള തുണികളെല്ലാം നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതെല്ലാം കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, തൊട്ടടുത്തല്ലേ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തോണ്ട് വരാമല്ലോ. ഏറ്റവും ചെറിയ ഉടുപ്പുകൾ മാത്രം എടുത്താൽ ഇതാണ് ഏറ്റവും ചെറിയ ഉടുപ്പുകൾ. ഇതെന്താണേലും നമുക്ക് വേണം, അത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതൊരു കുഞ്ഞി ടവല, ഇതൊരു കുഞ്ഞി ടവല്, അതുകൊണ്ട് പറ്റും നമ്മൾ തുടയ്ക്കാനൊന്നും. അല്ല എന്തേലും പെട്ടെന്നേ. ഇത് 2 ടർക്കി. ടർക്കി ഇരുന്നോട്ടെ, ഇത് വേണം. വെക്കണോ? അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി അമ്മി, എടുത്തു വെക്കുന്നത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇത് 2 നാപ്പിയേ ഉള്ളൂ. കെട്ടണേ. അത് പിന്നെ ആവശ്യം വരുമ്പോ മേടിക്കാം. ഇതൊക്കെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാവുമ്പോ ഇടിക്കാൻ പറ്റുന്ന, ഞാൻ തേച്ച് വച്ചെന്നേ ഉള്ളേ. പിന്നെ ഇത് ഏറ്റവും വലിയ ടവല, ഇത് ഒരെണ്ണം എടുക്കണോ? അത് നമുക്ക് അതിനകത്ത് നമ്മൾ കണ്ടില്ലായിരുന്നു, ഇവിടത്തെ 1-2 എണ്ണം വേണമെങ്കിൽ എടുക്കാം. ചുമ്മാ ഇത് 1-2 എടുക്കാം, ഈ പ്രിന്റഡ് എടുക്കാം. മേത്തൊന്ന് ഇതൊരു തോർത്താ, ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള വരുന്നൊരു മെറ്റീരിയലാ.
വേണേ എടുക്കാം അല്ലേ? വേണേ എടുക്കാം. അത് ഒരെണ്ണം എടുക്കാം. മടക്ക് നിർത്തുണ്ടാവേ. ഇല്ല ഇല്ല, ഇതും കൂടെ വെച്ചോ. ഇതും കൂടെ വെക്കാം. പിന്നെ കുഞ്ഞിത്തുണി ഇത് മൊത്തം എടുക്കാം, കോട്ടൺ. അതെടുക്കാം. പിന്നെ ഇതെടുക്കണം മൊത്തം. ഇതും അല്ലെങ്കിൽ അതിനകത്ത് ഇരുന്നോളും, വേണമെങ്കിൽ നമുക്ക് വെച്ച് നോക്കാം. അപ്പൊ നമ്മുടെ ബാഗ് ഇതാണ് കേട്ടോ മമ്മി. ഇതിനകത്ത് ഒത്തിരി സ്ഥലമൊന്നും ഇല്ല ഈ പറഞ്ഞ പോലെ. അത് കുഴപ്പമില്ല. എല്ലാരും ബാഗ് മേടിച്ചതിന് എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ. പക്ഷെ ഇതിനകത്ത് സ്ഥലം ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഓർക്കുന്നു ഈ സാധനം എടുത്തു മാറ്റിയാലോ. അതെന്നാലും അതിന്റെ കമ്പാർട്ട്മെന്റ് ആയിട്ട് ഓരോന്ന് തിരിച്ചേക്കുമല്ലേ. ഇതിനകത്ത് ഒതുങ്ങുന്ന അത്രയും കുഞ്ഞിത്തുണി എടുക്കാം. ഇതൊന്ന് കാണിച്ച്. ഇതിനകത്ത് ഇനി 2-3 വെക്കാലോ കുഞ്ഞിത്തുണി. അപ്പൊ അത് വെക്കാം. അതിനുള്ള ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി ആവശ്യം വന്ന ഇവിടെ ഒന്ന് എടുക്കാലോ. ഓക്കെ. ഈ ബാസ്ക്കറ്റ് എന്തിനാ ഇത്? ആ ബാസ്ക്കറ്റ് ഞാൻ പറയാം. അതിനകത്ത് വെച്ചാൽ ഇച്ചിരി കാറ്റ് കയറുന്നതാണല്ലോ. അപ്പൊ നമുക്ക് ടിഷ്യൂ അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, പാമ്പേഴ്സ് അങ്ങനെയുള്ളതൊക്കെ വെക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിങ്ങനെ അടുക്കി ഒതുക്കുമ്പോ തന്നെ ഒരു ഭംഗിയല്ലേ മീ? നമുക്കിങ്ങനെ എടുക്കാൻ തോന്നൂലേ? അത് നമുക്ക് എവിടെ വെക്കാൻ പറ്റും? ഇതിനകത്ത് വെച്ചാൽ വലിയ കള്ളിക്കകത്ത് വെക്കാം. ഓക്കെ. പിന്നെന്താ മെയിൻ ആയിട്ടും വേണ്ടത്? പിന്നെ കുഞ്ഞുടുപ്പ് വേണ്ടേ? കുഞ്ഞുടുപ്പ് അതോടെ വെച്ചു. അതെ. പിന്നെ ഇത് കുഞ്ഞുടുപ്പുകൾ എല്ലാം കൂടെ ഇതിനകത്ത് വെക്കാം. ഓക്കെ. ഇതിനകത്താകുമ്പോൾ എടുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ. ഇത്രയും സാധനം വെക്കാനേ സ്ഥലമുള്ളൂ ശരിക്കും ഇതിനകത്ത്. ടർക്കിയും കൂടെ വെക്കാം. ഈ ടർക്കിയും പിന്നെ നാപ്പിയും കൂടെ ഇതിനകത്ത് വെക്കാം. അത്രയും വെക്കാനേ ഉള്ളൂ അല്ലേ? പിന്നെ ഇത്രയെല്ലാം ആവശ്യമുള്ളൂ. ഓക്കെ. പിന്നെ എന്താ? പിന്നെ ഞാൻ കൊച്ചിന് കുഞ്ഞൊരു കിലിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ വില എത്രയാന്ന് വെച്ചാൽ ഇത് ബേബി ഹഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. വില 105 രൂപ കേട്ടോ. ഇനി അതിന് തന്നെ ആൾക്കാർ ഒന്നും പറയരുത്. എനിക്ക് ക്യൂട്ടാന്ന് തോന്നിയപ്പോൾ മേടിച്ചാട്ടോ. രസമല്ലേ? നമ്മൾ ഈ കുഞ്ഞി കളിക്കാതെ വെക്കാം. പിന്നെ ഞാൻ മേടിച്ച ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഇത് ബേബി മൂത്രം ഒഴിച്ചാലൊക്കെ ബെഡ് ചാടാതിരിക്കാൻ നല്ലതായിരിക്കും എനിക്ക് തോന്നി. ഇത് ഒരെണ്ണം അങ്ങനത്തെ ഷീറ്റാണ്. ഇതിന്റെ വില വരുന്നത് 335 രൂപ ബേബി ഹഗിന്റെ. അത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഇതിനകത്ത് വെക്കാം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രമൊക്കെ ഒഴിച്ച് അബ്സോർബ് ചെയ്യും. കുറച്ചൊരു കുഷ്യൻ പോലെയുണ്ട്. ഇതിന്റെ അടി പ്ലാസ്റ്റിക് ആണ്. ഇത് കണ്ടോ, അടി വരുന്ന പ്ലാസ്റ്റിക് ആണ്. ചോർച്ച വരില്ല, ബെഡ് നനയത്തില്ല. ഇതിന്റെ വില 229 രൂപയാണ്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബാസ്ക്കറ്റ് വെക്കാന്ന് ഞാൻ ഓർത്തു. പിന്നെ അടുത്തത് ഇതൊരു കുഞ്ഞു ടവലാണ്. ടവല് നമുക്ക് ഇതിനകത്ത് ഈ പുറത്ത് കള്ളിയുണ്ട് കേട്ടോ, ഇവിടെ വെക്കാം. പിന്നെ എന്താ, ടിഷ്യൂ ഉണ്ട്. ടിഷ്യൂ അവിടെ പോയി. ടിഷ്യൂ കൂടെ എടുത്തോണ്ട് വന്നില്ലായിരുന്നു. ടിഷ്യൂ അതിനകത്ത് തന്നെയാണോ? അതിനകത്തില്ലല്ലോ. അതില്ല. പിന്നെ വെക്കാം. പോരെ ഹോസ്പിറ്റൽ ബാഗ്? മതി. പോരെ? ഇതിനകത്താണ് ദിവ്യയുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ 2-3 നൈറ്റി. അതിനകത്ത് എന്റെ ഡ്രസ്സ് ഇനി ഉണ്ട് മമ്മി, വരാനുണ്ട്. ഇതിനകത്ത് പാമ്പേഴ്സ് ഒക്കെ മേടിച്ച് ഫില്ല് ചെയ്യാനുണ്ട്. പാമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നാപ്പീസ് ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒക്കെ കാണും. അപ്പൊ അതെല്ലാം ഇതിനകത്ത് വെക്കാൻ ഓർത്തായിരിക്കുന്നത്. ഇനി കുറച്ച് 2-3 ഐറ്റംസ് ഒന്ന് വാങ്ങാനുണ്ട് കേട്ടോ. ഇതൊക്കെ കോട്ടൺ നാപ്പിയൊക്കെ കുറവല്ലേ നമുക്ക്, അതിങ്ങനെ വാങ്ങി വെക്കാനുണ്ട്. പിന്നെ എന്റെ സാധനങ്ങളെല്ലാം വേറെ പഴയ ബാഗ് തന്നെ യൂസ് ചെയ്യാന്ന് ഓർത്തായിരിക്കുന്നത്. പുതിയതൊന്നും അതിനകത്ത് വാങ്ങുന്നില്ല. ഇത് കൂട്ടാണ് 5-6 കൂടെ മേടിച്ചത്. കോട്ടൺ നാപ്പി അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. പിന്നെ മറ്റേ നാപ്പി ശരിക്കുള്ളത് മേടിക്കണം കേട്ടോ, വലുത്. അത് പിന്നെ എത്ര വാങ്ങിയാലും തികയല്ലോ. ഹോസ്പിറ്റലില് ഡോക്ടറെ കാണിക്കാനൊക്കെ പോകുമ്പോ കൊച്ചിനെ കെട്ടിച്ചോണ്ട് പോകാൻ അതും വേണം. അത്രയല്ലേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ്. ബേബി സോപ്പൊക്കെ വേണ്ടേ? ബേബി സോപ്പ്, ബേബി ലോഷൻ, പൗഡർ, എണ്ണയൊക്കെ അതൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ മേടിക്കുമ്പോ നമുക്ക് ഇതിനകത്ത് വെക്കാം. എണ്ണ നമുക്ക് വെളിച്ചെണ്ണ പോരെ, നമ്മുടെ നല്ല വെളിച്ചെണ്ണ ഇരിക്കണ പോരെ. തല തൂക്കാൻ അത് മതി കേട്ടോ. മതിയല്ലേ? കല്ല എടുത്ത് തല മേത്തുമൊക്കെ അത് തൂത്താൽ മതി. അപ്പൊ ഇതിനകത്ത് ഇനി എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. മമ്മിയുടെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എണ്ണയാണ് എല്ലാത്തിനും അല്ലേ. മോയ്സ്ചറൈസർ എണ്ണ,
എണ്ണ തൂത്താ ഇത് എണ്ണ മതി, അതിന്റെ ആവശ്യമുള്ളൂ. വളരെ നാച്ചുറൽ കൈകാല തല മുഖത്തൊക്കെ എണ്ണയൊക്കെ തൂത്ത്. ഇപ്പൊ ഏതോ ഒരു പുതിയ ബ്രാൻഡ് വന്നിട്ടുണ്ട്, അതാണ് എല്ലാരും യൂസ് ചെയ്യുന്നത്, ബേബി ലോഷൻ ഒക്കെ ആയിട്ട്. എനിക്ക് അതിന്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കുഞ്ഞു പിള്ളേരുടെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയില്ലേ, അവിടെ പോയി നോക്കണം. കാരണം ഞാൻ ഇതെല്ലാം മേടിച്ച് സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാ. നമ്മൾ അവരോടും ഇവരോടൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് കണ്ട സാധനം മേടിച്ചോണ്ട് വരും. പിന്നെ അത് ഈ ഒരു യൂസും ഇല്ല. വെളിച്ചെണ്ണയുടെ കാര്യം ഓർത്തോണം. വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുപ്പിയില്. അതെ അല്ലേ. അപ്പൊ അത് വേറെ ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് വയ്ക്കാൻ. അപ്പൊ കൊച്ചിനുള്ളതെല്ലാം ഏകദേശം സെറ്റായിട്ടോ. ഇനി എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അത് പിന്നെ കണ്ട സാധനങ്ങളൊക്കെ എല്ലാം ചുരുട്ടി കൂട്ടി അങ്ങ് വയ്ക്കും. തേക്കാനൊന്നും പോവൊന്നുമില്ല, എന്നാ തേക്കാനാ. പിന്നെ ഡോക്ടറിനോട് 2 മുണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു മുണ്ട് ഞാൻ തേച്ച് വെച്ചു, ഒരെണ്ണോട് തേക്കാനുണ്ട്. ഇനി അതും കൂടെ തേക്കാനുണ്ട് കേട്ടോ. അത് അതിനകത്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അത് എൻ്റെ അതിനകത്ത് പാക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഓരോ ദിവസം കുറച്ചായിട്ട് പാക്ക് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ ഇത്രയും തുണി സൂക്ഷിക്കാനായിട്ട് മമ്മിയെ ഞാൻ ഏൽപ്പിക്കും. ബാഗിനകത്ത് വെക്ക്, ആവശ്യം വരുമ്പോ എടുത്താൽ മതിയല്ലോ. ഓക്കെ, ഇത് കുറച്ച് വലുതാ, വലിയ ഷീറ്റുകളാ. പിന്നെ ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ. രസമാണ്, പക്ഷേ ക്യൂട്ടാല്ലേ. വേറെ 2 ഇല്ലേ? വേറെ 2 ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, വലിയ പരിപാടിക്ക് പോകുമ്പോഴോ ഒക്കെ പോരെ. ഓക്കെ, എന്നാ മമ്മി വെക്കാം. അപ്പം നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് മദർ സ്പാഷിൻ്റെ ഒരു വെറ്റ് വൈപ്സും വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ വില 299 രൂപയാണ്. എല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ സാമ്പിൾ മാത്രമാണ് കേട്ടോ വയ്ക്കുന്നുള്ളൂ. കാരണം ഒരുപാട് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകുന്നില്ല. പിന്നെ സ്നഗ്ഗി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ബേബി ഹഗ്ഗിൻ്റെ തന്നെ ഒരു സ്നഗ്ഗി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് റാഷസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നല്ല ബ്രാൻഡാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതും ഞാനൊരു സാമ്പിൾ വാങ്ങി. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വാങ്ങി കാശ് കളയണ്ടല്ലോ എന്ന് ഓർത്ത് എല്ലാം ഞാൻ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. ചെറിയ പാക്കറ്റാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ വില 395 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള പാക്കറ്റിനകത്ത് വച്ചിട്ടുണ്ട്. ഇത് വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ആണ്. ഇത് ആക്ച്വലി വന്നിട്ട് ഇതിൻ്റെ പർപ്പസ് വരുന്നത് നമ്മൾ തുണിയുടെയൊക്കെ നാപ്പി കെട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഇതങ്ങ് ഉടുപ്പിക്കുകയാണെങ്കിൽ പുറത്തേക്ക് ലീക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതകത്തും പുറത്തും എല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും എനിക്ക് തോന്നിയത് കൊണ്ടാണ് വാങ്ങിയത്. ഇതിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ നാപ്പി കെട്ടിക്കുക, അല്ലെങ്കിൽ തുണിയുടെ പാഡ് വാങ്ങാൻ കിട്ടും, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടോ, വെൽക്രോ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു 3 എണ്ണം ഇതും വാങ്ങിയിട്ടുണ്ട്. ഇതിന് 3 എണ്ണത്തിന് വില വരുന്നത് 238 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഈ ഒരു കിറ്റിൽ വയ്ക്കുവാണ്. അതിനകത്ത് ഇങ്ങനെ എയർ കയറി ഇറങ്ങുന്ന ആ ഒരു ബോക്സ് ആയതുകൊണ്ട് നമ്മൾ തുണിയും കാര്യങ്ങളൊന്നും വയ്ക്കുന്നില്ല. അപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബാഗ് മേടിച്ചപ്പോൾ കുറേ എന്നെ ആൾക്കാർ ചീത്ത പറഞ്ഞു, ഇതൊക്കെ വേണോ, ഇത് കാർബാഡോ അല്ലേ എന്നുള്ളത്. പക്ഷേ ആവശ്യത്തിനുള്ള സാധനം നമ്മൾ വാങ്ങണ്ടേ. അപ്പോൾ ഇതും കൊണ്ടുള്ള ഏറ്റവും യൂസ് എനിക്ക് തോന്നിയത് ഇങ്ങനെ നമുക്ക് ഓരോന്ന് എടുക്കാൻ എളുപ്പമുണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് എന്താണേലും വാങ്ങിച്ചത് നഷ്ടമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി എനിക്ക് വേണ്ടിയിട്ടുള്ള ബാഗാണ് പാക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സോപ്പ്, ക്രീം, പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കാരണം ബേബി സ്കിന്നിൽ എപ്പോഴും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വിർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, സാധാ കോക്കനട്ട് ഓയിലൊക്കെ നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമെങ്കിൽ മാത്രം ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ വാങ്ങാമെന്ന് ഞാൻ ഓർത്തു. പ്രത്യേകിച്ച് ബേബി ലോഷൻസും നമ്മൾ ഈ ഒരു പാക്കേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓയിൽ തന്നെ മതി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.